യൂണിറ്റ് 1 മധ്യകാല ഇന്ത്യ ഭാഗം 1. മധ്യകാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെയും ദക്ഷിണേന്ത്യയിൽ ഹംപി കേന്ദ്രമാക്കി ഭരണം നടത്തിയ വിജയനഗര രാജവംശത്തെയും കുറിച്ചാണ് ഈ പാഠഭാഗം. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. ഇത് നിങ്ങൾക്ക് പരിചിതമാണോ? ആദ്യത്തെ ഈ ചിത്രം നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും അല്ലേ? എന്തിന്റെ ചിത്രമാണിത്? അതെ, ചെങ്കോട്ടയുടെ ചിത്രമാണ്. ഈ ചിത്രം നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഈ ചെങ്കോട്ടയുടെ ചിത്രമാണ്. ഡൽഹിയിലാണ് ഈ ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെയാണ് ദേശീയ പതാക ഉയർത്താറുള്ളത്. ടെലിവിഷനിലൂടെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചെങ്കോട്ടയുടെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്നറിയാമോ? 1648 മുഗൾ ഭരണാധികാരിയായ ഷാജഹാന്റെ കാലത്താണ് ഈ ചെങ്കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. യമുന നദീതീരത്താണിത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ യഥാർത്ഥ പേര് ഖില ഇ മുബാറക് എന്നാണ്. ഖില ഇ മുബാറക്. ലാൽ ഖില എന്ന പേരിലും അറിയപ്പെടുന്നു. ഇൻഡോ പേർഷ്യൻ നിർമ്മാണ രീതിയാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെങ്കോട്ടയുടെ സവിശേഷതകൾ? ആരാണ് നിർമ്മിച്ചത്? ആരുടെ കാലത്താണ്? മുഗൾ ഭരണാധികാരിയായ ഷാജഹാന്റെ കാലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് പ്രത്യേകത? യമുന നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഖില ഇ മുബാറക്, ലാൽ ഖില എന്നൊക്കെ ഈ ചെങ്കോട്ട അറിയപ്പെടുന്നുണ്ട്. പിന്നെയോ ഇൻഡോ പേർഷ്യൻ നിർമ്മാണ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രമായ ഹംപി. ഹംപി എന്താണ്? വിജയനഗരത്തിന്റെ തലസ്ഥാനമാണ് ഹംപി. ഹംപിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നറിയാമോ? വിജയനഗര കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. ഉത്തര കർണാടകയിലെ ബെല്ലാരി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തുംഗഭദ്ര നദീതീരത്താണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മാണം. പ്രസിദ്ധ ശിവക്ഷേത്രമായ വിരൂപാക്ഷ ക്ഷേത്രം ഇവിടെയാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ്? വിജയനഗര കാലഘട്ടത്തിൽ നിർമ്മിച്ചു. ഉത്തര കർണാടകയിലെ ബെല്ലാരി ജില്ലയിലാണ്. തുംഗഭദ്ര നദീതീരത്താണ്. ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മാണം. പ്രസിദ്ധ ശിവക്ഷേത്രമായ വിരൂപാക്ഷ ക്ഷേത്രം ഇവിടെയാണ്. ഇതും യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 2 കാര്യങ്ങളാണ് കണ്ടത്. 1 ചെങ്കോട്ട, 2 ഹംപി അല്ലേ? ചെങ്കോട്ട മുഗൾ സാമ്രാജ്യം ആ സമയത്തുള്ളതാണ്. ഹംപി ദക്ഷിണേന്ത്യയിലെ വിജയനഗര സാമ്രാജ്യം. ഈ 2 രാജ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി മുഗൾ ഭരണം. മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. മുഗൾ ഭരണം സ്ഥാപിച്ച വർഷം ഏതാണ്? 1526. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചത് ഈ മുഗൾ ഭരണമാണ്. ഈ മുഗൾ ഭരണ കാലത്തെ പ്രധാന ഭരണാധികാരികളുടെ പേരുകളാണ് തന്നിരിക്കുന്ന ഈ പദസൂര്യനിൽ കൊടുത്തിട്ടുള്ളത്. ബാബർ മുഗൾ ഭരണം സ്ഥാപിച്ച ആളാണ്. ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ആരെല്ലാമാണ് മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. തന്നിരിക്കുന്ന ഈ ചിത്രം നോക്കൂ. ആദ്യത്തേത് ബാബർ. ബാബറിന്റെ പൂർണ്ണനാമം സഹിറുദ്ദീൻ മുഹമ്മദ് ബാബർ എന്നാണ്. അതിന്റെ അർത്ഥം സിംഹം എന്നാണ്. മുഗൾ രാജവംശത്തിന്റെ സ്ഥാപകനാണ്. ഇദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് തുസുക് ഇ ബാബറി എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തേത് ഹുമയൂൺ. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടമാണ് അവിടെ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം നാസിർ അൽ ദിൻ മുഹമ്മദ് ഹുമയൂൺ. നാസിർ അൽ ദിൻ മുഹമ്മദ് ഹുമയൂൺ. ഇതിന്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ്. മുഗൾ രാജവംശത്തിലെ 2ാമത്തെ ഭരണാധികാരിയാണ് ഹുമയൂൺ. അടുത്ത ആള് അക്ബർ. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് അബ്ദുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നാണ്. അക്ബർ എന്ന പദത്തിന്റെ അർത്ഥം മഹാൻ.
മുഗൾ രാജവംശത്തിലെ പ്രശസ്തനായ രാജാവും ഈ അക്ബർ ആയിരുന്നു. അടുത്തത് ജഹാംഗീർ. ജഹാംഗീറിന്റെ മുഴുവൻ പേര് നൂറുദ്ദീൻ സലീം ജഹാംഗീർ എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം ലോക ജേതാവ്. ജഹാംഗീർ എന്ന വാക്കിന്റെ അർത്ഥം ലോക ജേതാവ് എന്നാണ്. മുഗൾ വംശത്തിലെ 4ാമത്തെ ഭരണാധികാരിയാണ് ആര്? ജഹാംഗീർ. അദ്ദേഹത്തിന്റെ ആത്മകഥ തുസുഖ് ഇ ജഹാംഗീരി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഷാജഹാൻ. യഥാർത്ഥ പേര് മിർസ ഷഹാബുദ് ദിൻ മുഹമ്മദ് ഖുറം ഷാജഹാൻ. ഷാജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം ലോകത്തിന്റെ രാജാവ് എന്നാണ്. താജ്മഹൽ, ചെങ്കോട്ട, ആഗ്രയിലെ മോത്തി മസ്ജിദ്, ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ ഇവയെല്ലാം ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. ആരുടെ ഭരണകാലത്താണ്? ഷാജഹാന്റെ ഭരണകാലത്ത്. അടുത്തത് ഔറംഗസേബാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് ആലംഗീർ. എന്താണ് മുഴുവൻ പേര്? മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് ആലംഗീർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. മുഗൾ രാജവംശത്തിന്റെ വിസ്തൃതി ഔറംഗസേബിന്റെ സമയത്താണ് കൂടുതലായി വ്യാപിപ്പിച്ചത്. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. ആരുടെ സമയത്താണ് വിസ്തൃതി കൂടുതൽ വ്യാപിപ്പിച്ചത്? രാജ്യത്തിന്റെ വിസ്തൃതി കൂടുതൽ വ്യാപിപ്പിച്ചത് ഔറംഗസേബിന്റെ സമയത്താണ്. ചിത്രം നോക്കൂ. ഔറംഗസേബിന്റെ കാലത്തെ മുഗൾ രാജ്യമാണ് ചിത്രത്തിലുള്ളത്. എവിടെല്ലാമാണ്? കാബൂൾ, പെഷ്വാർ, കാശ്മീർ, ലാഹോർ, മുൾട്ടാൻ, സിന്ധ്, ഡൽഹി, അവധ്, അലഹബാദ്, ബീഹാർ, ധാക്ക, ബംഗ്ല. അങ്ങനെ എവിടെ വരെ എത്തി നിൽക്കുന്നു? ദക്ഷിണേന്ത്യയിലേക്ക് എത്തിയിട്ടില്ല അല്ലേ? കേരളം, തമിഴ്നാട്, കർണാടക ഭാഗത്തേക്ക് മാത്രം എത്തിയിട്ടില്ല. ബാക്കി മുഴുവനും ഔറംഗസേബിന്റെ കാലത്ത് മുഗൾ രാജ്യമായി അറിയപ്പെട്ടിരുന്നതാണ്. ഈ ഭൂപടത്തിൽ നിന്നും ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നുവെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തണം. എവിടെല്ലാമാണ് നോക്കൂ. ഇന്നത്തെ ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഏതെല്ലാം രാജ്യങ്ങളാണ് ഇന്നുള്ളത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇനി നോക്കൂ, കിഴക്കൻ ഭാഗത്തോ? ബംഗ്ലാദേശ്. വടക്ക് കിഴക്ക് ഭാഗത്ത് നേപ്പാൾ. മുഗൾ ഭരണകാലത്ത് ഈ രാജ്യങ്ങളിലേക്കെല്ലാം മുഗൾ ഭരണത്തിന്റെ വിസ്തൃതി വ്യാപിച്ചിരുന്ന പ്രദേശങ്ങളാണ് ഈ രാജ്യങ്ങളെല്ലാം. ഏതെല്ലാമാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ വരെ. മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യ സ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. ആരുടെയൊക്കെ പിൻഗാമിയായിരുന്നു? പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴിയാണെങ്കിൽ മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ മുഗൾ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഇന്ത്യയില് മുഗൾ ഭരണത്തിന് ആരംഭം കുറിച്ചത് ഏത് യുദ്ധത്തിലൂടെയാണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലൂടെയാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1526 ആരൊക്കെ തമ്മിലായിരുന്നു? ലോധി വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിലായിരുന്നു യുദ്ധം. ഈ യുദ്ധത്തിൽ ബാബർ വിജയിക്കുകയും ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. ഇനി നോക്കൂ, മഹാനായ മുഗൾ ഭരണാധികാരി അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് ജസ്യൂട്ട് പാതിരി പിയറി ജാറിക് നൽകിയ ഒരു വിവരണമാണ് തന്നിരിക്കുന്നത്. അക്ബർ ചക്രവർത്തിയുടെ മരണശേഷം എഴുതിയ അനുശോചന കുറിപ്പാണ്
ഇത് CE 1605 ഇത് എഴുതിയിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു എന്നാണ് അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് ജസ്യൂട്ട് പാതിരി പിയറി അനുശോചനക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തെല്ലാമാണ് ഈ കുറിപ്പിൽ പറയുന്നത്? അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. പിന്നെയോ താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെ, പരിചിത അപരിചിത എന്ന തരംതിരിവില്ലാതെ, വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ തുല്യ നീതി നടപ്പിലാക്കിയ ആളായിരുന്നു ആര്? അക്ബർ. പിന്നെയോ കരുണയോടെ മറ്റുള്ളവരോട് പെരുമാറിയിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിശക്തനായ ചക്രവർത്തിയായിരുന്നു, മതസഹിഷ്ണുതയുണ്ടായിരുന്നു, തുല്യ പരിഗണന നൽകിയിരുന്നു, എല്ലാവർക്കും തുല്യ പരിഗണന നൽകിയിരുന്നു, തുല്യനീതി നടപ്പിലാക്കിയിരുന്നു. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായി ചർച്ച നടത്തുന്നതിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചു. 1575 ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചത്. എവിടെയാണ്? അക്ബർ ചക്രവർത്തിയുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ. അവിടെ വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇബാദത്ത് ഖാനയിൽ വിവിധ മതസ്ഥർ കൂടി ചർച്ചകളൊക്കെ നടത്തുമായിരുന്നു. അക്ബർ എന്താണ് പിന്തുടർന്നിരുന്നത്? മതസഹിഷ്ണുതാ നയം. അതിന് ഈ ചർച്ചകളൊക്കെ ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. എവിടെയാണിത് പണി കഴിപ്പിച്ചിരുന്നത്? ഫത്തേപൂർ സിക്രിയിലാണ്. ഈ ഫത്തേപൂർ സിക്രി 16-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലാണ് അക്ബർ ചക്രവർത്തി പണി കഴിപ്പിച്ചത്. ഏകദേശം 10 വർഷക്കാലം മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി. ഈ ഫത്തേപൂർ സിക്രിയിലാണ് ഇബാദത്ത് ഖാനയും പണി കഴിപ്പിച്ചിരുന്നത്. ഏകീകൃത വാസ്തുവിദ്യാ ശൈലിയിലുള്ള സ്മാരകങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും സമുച്ചയമാണ് ഈ ഫത്തേപൂർ സിക്രി. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലാണ് ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത്. ഒരു കൃത്രിമ തടാകത്തിന്റെ തെക്കുകിഴക്കായി വിന്ധ്യൻ മലനിരകളുടെ ചരിവുള്ള തലത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അക്ബറാണ് ഈ ഫത്തേപൂർ സിക്രി തലസ്ഥാനമാക്കിയിരുന്നത്. മുഗളന്മാരുടെ ആദ്യത്തെ ആസൂത്രിത നഗരം എന്നറിയപ്പെടുന്നതും ഈ ഫത്തേപൂർ സിക്രി തന്നെ ആയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഫത്തേപൂർ സിക്രിയിലായിരുന്നു എന്തുണ്ടായിരുന്നത്? ഇബാദത്ത് ഖാന. അവിടെയാണ് വിവിധ മതങ്ങളിലെ പണ്ഡിതരുമായും പ്രമുഖരുമായും ഒക്കെ അക്ബർ ചക്രവർത്തി ചർച്ചകളൊക്കെ നടത്തിയിരുന്നത്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി, എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഇ കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പോൾ അക്ബർ എന്ന് പറഞ്ഞ മുഗൾ രാജാവ്, വളരെ പ്രശസ്തനായ മുഗൾ രാജാവാണ്. അദ്ദേഹത്തിന്റെ മതം, അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എല്ലാവർക്കും സമാധാനം എന്നുള്ള ആ ഒരു ദർശനത്തിലാണ്. എല്ലാ മതങ്ങളെയും അദ്ദേഹം ഒരുപോലെ തന്നെ കണ്ടിരുന്നു. മതസഹിഷ്ണുതയുള്ള ആളായിരുന്നു ആര്? അക്ബർ ചക്രവർത്തി. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പൂർണ്ണമായും വ്യക്തമാക്കിയിരുന്നു. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. ഫത്തേപൂർ സിക്രിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഫത്തേപൂർ സിക്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇബാദത്ത് ഖാനയും ഇവിടെയാണ് ഉള്ളത്. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത്
ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. അപ്പോൾ അക്ബറിന്റെ ഭരണകാലത്താണ് ഒരു മതനികുതിയായിട്ടുള്ള ജസിയ നിർത്തലാക്കിയത്. അപ്പോൾ ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നു എന്നതിന് തെളിവാണ് ഇത്. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ ഇവരൊക്കെ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. അപ്പോൾ ഭരണരംഗത്തും സഹിഷ്ണുതാ നയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത്. ഇനി നോക്കൂ, അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതിനെക്കുറിച്ച് ഒരു കുറിപ്പെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? അവിടെ വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഒക്കെ ഒത്തുചേർന്നിരുന്നു. മതസഹിഷ്ണുതാ നയത്തിന് അവിടെ നടന്നിരുന്ന ചർച്ചകളൊക്കെ വളരെ ഗുണം ചെയ്തിരുന്നു. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി എല്ലാവർക്കും സമാധാനം എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. ഇനി നോക്കൂ, എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ചു സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇ കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസുക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മതസഹിഷ്ണുത നിലനിർത്താൻ അക്ബറിന്റെ നയങ്ങൾ എത്രമാത്രം സഹായകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ കഴിയരുത്, അങ്ങനെ സമയം പാഴാക്കരുത്, എല്ലാവർക്കും സമാധാനം എന്ന ആശയം എല്ലാവരും അനുവർത്തിക്കട്ടെ, മറ്റു മതസ്ഥരോടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ, മൃഗങ്ങളെ കൊല്ലരുത്, യുദ്ധസമയത്തല്ലാതെ ആയുധങ്ങൾ എടുക്കരുത്. ഈ നയങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ മതസഹിഷ്ണുത നിലനിർത്താൻ സഹായകമായത്. ഇനി നോക്കൂ, മുഗൾ സൈന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. എന്താണ് മാൻസബ്ദാരി? അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായം. എന്തിനാണ് സൈന്യം ആവശ്യമായി വരുന്നത്? രാജ്യം വിസ്തൃതമാക്കാനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് സൈന്യം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സൈനിക സമ്പ്രദായത്തെ, അതിനുവേണ്ടി അക്ബർ നിലനിർത്തിയ സൈനിക സമ്പ്രദായത്തെയാണ് മാൻസബ്ദാരി എന്ന് പറയുന്നത്. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. എന്താണ് മാൻസബ്? മാൻസബ്ദാരി സിസ്റ്റം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം, അതാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. എന്തെല്ലാം കാര്യങ്ങളാണ് മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? മാൻസബ്ദാരി സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികൾക്ക് സാലറി കൊടുക്കണം അല്ലേ? അവർക്ക് അത് ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരം ഇവർക്ക് മാൻസബ്ദാർമാർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഭൂമി പതിച്ചു നൽകിയിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പണമാണ് കുതിരപ്പടയാളികൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. സൈന്യത്തെ നിലനിർത്താൻ വേണ്ടി ആ പണമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ചാണ് ഭൂമി പതിച്ചു നൽകിയിരുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സൈന്യത്തെ നിലനിർത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു.
ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും ഒക്കെ പിന്തുണയും ആവശ്യമായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നത്. ഇനി മുഗൾ ഭരണ രീതി എങ്ങനെയായിരുന്നു എന്നാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. നോക്കൂ, മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു? ഏറ്റവും താഴെത്തട്ടിൽ ഗ്രാമങ്ങൾ ചേർന്ന് പർഗാന, പർഗാനകൾ ചേർന്ന് സർക്കാരുകൾ ചേർന്ന് സുബ. മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം, ഒരു ഘടന ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. ആദ്യത്തെ എന്താണ്? ഏറ്റവും താഴെത്തട്ടിൽ ഗ്രാമം, കുറേ ഗ്രാമങ്ങൾ ചേർന്ന് പർഗാന, കുറേ പർഗാനകൾ ചേർന്ന് സർക്കാരുകൾ, കുറേ സർക്കാരുകൾ ചേർന്ന് സൂബ. ഇതായിരുന്നു ഭരണക്രമം. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ആരായിരുന്നു തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നത്? മതപണ്ഡിതന്മാർ. അവരെ ഖാസിമാർ എന്നാണ് പറയുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് നേരിട്ട് ചക്രവർത്തിയോട് പരാതി ബോധിപ്പിക്കാം. പിന്നെയോ, ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരും വകുപ്പ് അധ്യക്ഷന്മാരും ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. അക്ബർ ചക്രവർത്തി ദിവാനി ഖാസിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്നു. ഖാസിമാര് പരാതികളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിട്ട് അതിൽ അതൃപ്തിയുള്ളവരാണ് നേരിട്ട് ചക്രവർത്തിയെ പരാതി ബോധിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇനി സാമൂഹിക സാമ്പത്തിക സ്ഥിതി. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. എങ്ങനെയാണത് വിഭജിക്കപ്പെട്ടിരുന്നത്? നോക്കൂ, സാധാരണക്കാർ, ഏറ്റവും താഴെ തട്ടിൽ സാധാരണക്കാർ, അതിന് തൊട്ട് മുകളിൽ മധ്യവർഗം, അതിനും മുകളിലായി പ്രഭുക്കന്മാർ, അതിനും മുകളിലായാണ് രാജാവ് ഉണ്ടായിരുന്നത്. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാര്, ഏറ്റവും മുകളിൽ ആരാ? രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ഒക്കെ ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും ആരായിരുന്നു? കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെയോ, മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ അന്ന് നിലനിന്നിരുന്നു. ആരാണ് ഇതൊക്കെ രേഖപ്പെടുത്തിയത്? ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ടവർണിയർ ഈ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷുകാരനായ മറ്റൊരു സഞ്ചാരി റാൽഫ് ഫിച്ച് എന്താണ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ആണ് ഇന്ത്യയിലെ 2 നഗരങ്ങളായ ഫത്തേപൂർ സിക്രിയെക്കുറിച്ചും ആഗ്രയെക്കുറിച്ചും ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതൊക്കെ സ്ഥലങ്ങളാണത്? ആഗ്രയും ഫത്തേപൂർ സിക്രിയും. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. അന്ന് എന്തെല്ലാമാണ് കൃഷി ചെയ്തിരുന്നത്? നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. എന്തെല്ലാമാണ്? നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ. ഇവയെല്ലാം അന്നത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്?
അബുൾ ഫസൽ തന്റെ പുസ്തകമായ ഐനി അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ വ്യത്യസ്തമായ നെല്ലിനങ്ങൾ അക്കാലത്തും ഉണ്ടായിരുന്നു. അതാരാണ് തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അബുൾ ഫസൽ. ഏത് പുസ്തകമാണ്? ഐൻ ഇ അക്ബരി. അബുൾ ഫസലിന്റെ പുസ്തകമായ ഐൻ ഇ അക്ബരിയിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. ജലസേചനത്തിനായി എന്തെല്ലാമാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്? പേർഷ്യൻ ചക്രവും കനാലുകളും. അബുൾ ഫസൽ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ ഐനി അക്ബരിയിലാണ് ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള നെല്ലിനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു അബുൾ ഫസൽ. ഐനി അക്ബരി, അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവുമാണ്. അബുൾ ഫസൽ ആരായിരുന്നു? അക്ബറിന്റെ ഉപദേശകനായിരുന്നു, ജീവചരിത്രകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ 2 പ്രധാന രചനകളാണ് ഐനി അക്ബരിയും അക്ബർനാമ. ഇനി നോക്കൂ, പേർഷ്യൻ ചക്രം. അന്ന് ഉപയോഗിച്ചിരുന്ന, ജലസേചനത്തിനായി ഉപയോഗിച്ചിരുന്ന പേർഷ്യൻ ചക്രത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. കാർഷിക രംഗത്ത് അക്കാലത്ത് വളരെ മികച്ച വർധനവാണ്, ഉൽപാദന വർധനവാണ് ഉണ്ടായിരുന്നത്. അത് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ഒക്കെ ത്വരിതപ്പെടുത്തി, വേഗത്തിലാക്കി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. അന്നത്തെ കാലത്ത് വിദേശ ചരക്കുകൾ വന്നിരുന്നത് ഏത് തുറമുഖം വഴിയാണ്? ഗുജറാത്ത് വഴിയാണ്. പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങള്, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ഇവിടുന്ന് എന്തെല്ലാമാണ് കയറ്റി അയച്ചിരുന്നത്? മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി, തുണിത്തരങ്ങൾ ഇവയെല്ലാം കയറ്റി അയച്ചിരുന്നു. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. പ്രധാന നഗരങ്ങൾ ഏതെല്ലാമായിരുന്നു? ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ആഗ്ര, ലാഹോർ. ഈ നഗരങ്ങളെല്ലാം ഇന്ന് ഏത് രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമോ? ധാക്ക ബംഗ്ലാദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുർഷിദാബാദ് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലാഹോർ പാകിസ്ഥാനിലാണ്. സൂററ്റും ആഗ്രയും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് സാംസ്കാരിക സമന്വയം. ചിത്രത്തിൽ തന്നിരിക്കുന്നത് രസ്നാമ എന്ന പുസ്തകത്തിന്റെ പുറംചട്ടയാണ്. രസ്നാമ മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയുടെ ചിത്രമാണ് രസ്നാമ. രസ്നാമ എന്ന് പറഞ്ഞ ചിത്രം കൊടുത്തിരിക്കുന്നു. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാഷുക്കോ ആണിത് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ മഹാഭാരതം മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു. എന്ത് പേരിലാണ്? രസ്നാമ. ആ പുസ്തകത്തിന്റെ പുറംചട്ടയാണ് ഈ ചിത്രം. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഇത്. മുഗൾ വംശജര് ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണം. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. താജ്മഹലാണ് ചിത്രത്തിലുള്ളത്. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട ഇവയെല്ലാം ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തനത് വാസ്തുവിദ്യയുമുണ്ട്, പേർഷ്യൻ വാസ്തുവിദ്യയും കൂടി കൂടിച്ചേർന്ന രീതിയിലാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് അക്കാലത്ത് പുതിയൊരു ഭാഷയുണ്ടായി. അതാണ് ഉറുദു. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്നാണ് ഉറുദു ഭാഷ രൂപപ്പെട്ടത്. പിന്നെയോ ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സാംസ്കാരിക സമന്വയം, വാസ്തുവിദ്യാ ശൈലിയിൽ ഇന്തോ പേർഷ്യൻ ശൈലി വന്നു, പുതിയ ഭാഷ രൂപപ്പെട്ടു. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് ഉറുദു ഭാഷയുണ്ടായി. ഹിന്ദുസ്ഥാനി
സംഗീതമുണ്ടായി. മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സാംസ്കാരിക സമന്വയത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലായത്? മഹാഭാരതത്തിന്റെ പേർഷ്യൻ ഭാഷയിലേക്കുള്ള വിവർത്തനം, പിന്നെയോ ഉറുദു ഭാഷയിൽ ഉറുദു ഭാഷ രൂപപ്പെട്ടു. വാസ്തുവിദ്യ, ഇന്തോ പേർഷ്യൻ വാസ്തുവിദ്യ, ഹിന്ദുസ്ഥാനി സംഗീതം, ഇവയെല്ലാം സാംസ്കാരിക സമന്വയത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ വളരെ പെട്ടെന്നൊന്ന് നോക്കാം. എന്തെല്ലാം കാര്യങ്ങളായിരുന്നു? മുഗൾ ഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. മുഗൾ ഭരണാധികാരികളെക്കുറിച്ച് ചർച്ച ചെയ്തു. ആരെല്ലാമായിരുന്നു? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. പിന്നെന്താണ് ചർച്ച ചെയ്തത്? മുഗൾ ഭരണകാലത്തെ അവരുടെ സാമ്രാജ്യം ഏതെല്ലാം രാജ്യങ്ങളിലായിരുന്നു വ്യാപിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെയോ അക്ബറിന്റെ ചില നയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അല്ലേ? മതസഹിഷ്ണുതാ നയം, പിന്നെ അദ്ദേഹത്തിന്റെ സൈനിക സമ്പ്രദായം എങ്ങനെയായിരുന്നു? മാൻസബ്ദാരി, ഉദ്യോഗസ്ഥന്റെ വേതനം നിർണയിച്ച് പദവി കണക്കാക്കിയിരുന്നു. പിന്നെയോ ഓരോ ഉദ്യോഗസ്ഥന്റെ കീഴിൽ നിലനിർത്തേണ്ട പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തിനനുസരിച്ച് പദവി നൽകിയിരുന്നു. എല്ലാ വിഭാഗങ്ങൾക്കും ഈ സമ്പ്രദായത്തിൽ പരിഗണന നൽകിയിരുന്നു. പിന്നെന്താണ്? ഭരണരീതി, മുഗൾ ഭരണരീതിയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. എങ്ങനെയായിരുന്നു? വിവിധ തട്ടുകളായിരുന്നു അല്ലേ? വിവിധ ഗ്രാമങ്ങൾ ചേർന്ന് പർഗാന, വിവിധ പർഗാനകൾ ചേർന്ന് സർക്കാരുകൾ, സർക്കാരുകൾ ചേർന്ന് സുബകൾ, ഇങ്ങനെയാണ് ക്രമീകരിച്ചിരുന്നത്. പിന്നെ എന്താണ്? സാമൂഹിക സാമ്പത്തിക സ്ഥിതി, സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും ഉയരത്തിൽ രാജാവുമായിരുന്നു. അങ്ങനെ സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. സാമൂഹ്യ വ്യവസ്ഥ, ജനജീവിതം, സാമ്പത്തികമായ പുരോഗതി, കാർഷിക പുരോഗതി, കച്ചവടവും നഗരവൽക്കരണവും, ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ ഈ പാഠഭാഗത്ത് മനസ്സിലാക്കി. ഇവയെല്ലാം പ്രധാനപ്പെട്ടവയാണ്. അതിൻ്റെ പോയിന്റുകളായിട്ട് മനസ്സിലാക്കി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്